നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ കാണുന്നവരാണ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കാറുമുണ്ട്. പക്ഷേ കമൻറ്റുകൾ ശരിക്കും മനുഷ്യർ തന്നെയാണോ ടൈപ്പ് ചെയ്യുന്നത്, അതോ വല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈക്കുകൾ, ഷെയറുകൾ, പോസ്റ്റുകൾ ഇതൊക്കെ യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ദി ഡെഡ് ഇൻ്റർനെറ്റ് തിയറി. ലളിതമായി പറഞ്ഞാൽ, നാം ഇന്ന് ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് മരിച്ചു കഴിഞ്ഞു എന്നും അതിനെ മുഴുവനായി AI-യും ബോട്ടുകളും കീഴടക്കി കഴിഞ്ഞു എന്നുമാണ് ഈ തിയറി പറയുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നാം, പക്ഷെ സത്യം അതിലും ഭയാനകമാണ്. ഇൻ്റർനെറ്റ് എന്നത് മനുഷ്യർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ലോകമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു AI ബോട്ട് മറ്റൊരു AI ബോട്ടുമായി സംസാരിക്കുന്ന, അവരുണ്ടാക്കുന്ന കണ്ടന്റുകൾ നമ്മൾ മനുഷ്യർ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റിന് എന്ത് സംഭവിച്ചു, ഫേക്ക് എൻഗേജ്മെൻറ്റുകൾ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിൽ ഒറ്റപ്പെടുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ എന്താണ് ഡെഡ് ഇൻ്റർനെറ്റ് തിയറി എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. 2000-ൻ്റെ തുടക്കത്തിലും 2010-കളിലും ഇൻ്റർനെറ്റ് വളരെ സജീവമായിരുന്നു. മനുഷ്യർ സ്വന്തമായി എഴുതുന്ന ബ്ലോഗുകൾ, യഥാർത്ഥ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഫോറങ്ങൾ, സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ചാറ്റ് റൂമുകൾ, അവിടെയെല്ലാം ഒറിജിനലായിരുന്നു. എന്നാൽ 2016-17 കാലഘട്ടം മുതൽ ഇൻ്റർനെറ്റിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഈ തിയറി വിശ്വസിക്കുന്നവർ പറയുന്നത് ആ സമയത്തിന് ശേഷം ഇൻ്റർനെറ്റിൽ മനുഷ്യരുടെ സാന്നിധ്യം കുറയുകയും പകരം അൽഗോറിതംസും ബോട്ടുകളും ഇൻ്റർനെറ്റ് നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ്. ഇന്ന് ഇൻ്റർനെറ്റിലെ പകുതിയിലധികം ട്രാഫിക്കും ഉണ്ടാക്കുന്നത് മനുഷ്യരല്ല, ബോട്ടുകളാണ് എന്ന് പല സൈബർ സെക്യൂരിറ്റി റിപ്പോർട്ടുകളും പറയുന്നു. നിങ്ങൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ പലതും AI ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ എഴുതപ്പെട്ട ആർട്ടിക്കിളുകളായിരിക്കും. യൂട്യൂബിൽ നമ്മൾ ഇന്ന് കാണുന്ന പല വീഡിയോകളുടെയും സ്ക്രിപ്റ്റുകൾ, വോയിസ് ഓവറുകൾ, എന്തിന് അതിൽ അവതാരകർ പോലും ഇന്ന് AI ആണ്. ChatGPT പോലെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ വന്നതിന് ശേഷം ഇത് വളരെ എളുപ്പമായി മാറി. മുൻപ് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ വേണമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് പോസ്റ്റുകൾ ഉണ്ടാക്കാനും അതിൽ ലക്ഷക്കണക്കിന് ലൈക്കുകളും കമൻറ്റുകളും ഇടാനും AIക്ക് സാധിക്കും. ഇത് ഇൻ്റർനെറ്റിനെ ഒരു യന്ത്രങ്ങളുടെ ലോകമായി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ലൈക്കുകളും കമൻറ്റുകളുമാണ്. ഒരു പോസ്റ്റിന് ഒരുപാട് ലൈക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിശ്വസിക്കും. ഈ സൈക്കോളജിയാണ് ബോട്ടുകൾ മുതലെടുക്കുന്നത്. ഇതിനാണ് നമ്മൾ ഫേക്ക് എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ഇത് വലിയൊരു പ്രശ്നമല്ല. കാരണം അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ആളുകൾ വരുന്നു, കൂടുതൽ എൻഗേജ്മെൻറ്റ് നടക്കുന്നു എന്ന് കാണിക്കാൻ ഈ ബോട്ടുകൾ അവരെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ട്വിറ്റർ. ഇപ്പോഴത്തെ എക്സിലെ ബോട്ട് അക്കൗണ്ടുകളുടെ പ്രശ്നം വലിയ വാർത്തയായതാണ്. ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നൊരു കാര്യം ഈ പ്ലാറ്റ്ഫോമിലെ ബോട്ടുകളെ ഇല്ലാതാക്കും എന്നാണ്. കാരണം അവിടെയുള്ള പല ട്രെൻഡിങ് ഹാഷ്ടാഗ്സും ഉണ്ടാക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് കൃത്യമായ അജണ്ട വെച്ച് പ്രോഗ്രാം ചെയ്ത ബോട്ടുകളാണ് ഇവ ഉണ്ടാക്കുന്നത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു പ്രത്യേക വിഷയം ട്രെൻഡിങ് ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അവർക്ക് കുറച്ച് പണം ചിലവാക്കി ലക്ഷക്കണക്കിന് ബോട്ടുകളെ ഉപയോഗിച്ച് ആ വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ സാധിക്കും. സാധാരണക്കാരെ മനുഷ്യർ ഇത് കാണുമ്പോൾ, എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊരു വലിയ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് അതിൽ പങ്കുചേരുന്നു. ശരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത് മനുഷ്യരല്ല, കുറച്ച് കമ്പ്യൂട്ടർ കോഡുകളാണ്. ഇതാണ് ഡെഡ് ഇൻ്റർനെറ്റ് തിയറിയുടെ ഏറ്റവും അപകടകരമായ വശം. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് കാണണം, എന്ത് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ അൽഗോറിതംസ് ആണ്. ഈ തിയറിയിലെ ഏറ്റവും രസകരമായ എന്നാൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഇതാണ്. AI ബോട്ടുകൾ മറ്റ് AI ബോട്ടുകളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലോ റെഡിറ്റിലോ ഒക്കെ വലിയ തർക്കങ്ങൾ നടക്കുന്നത് കണ്ടു കാണും. രാഷ്ട്രീയമോ സിനിമയോ സ്പോർട്സോ എന്തുമാകട്ടെ, രണ്ടുപേർ തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? ഈ രണ്ട് അക്കൗണ്ടുകൾക്ക് പിന്നിലും മനുഷ്യരായിരിക്കില്ല, ബോട്ടുകളായിരിക്കും. ഒരു ബോട്ടിനെ ഒരു കാര്യത്തെ അനുകൂലിക്കാൻ പ്രോഗ്രാം ചെയ്ത് കാണും, മറ്റേ ബോട്ടിനെ അത് എതിർക്കാനും. ഇവ രണ്ടും തമ്മിൽ സംസാരിച്ച് വലിയൊരു ചർച്ച അവിടെ ഉണ്ടാക്കുന്നു. ഇതിനിടയിൽ പെട്ടുപോകുന്നത് ആരാണ്? നമ്മൾ മനുഷ്യർ. നമ്മൾ ഈ ബോട്ടുകളുടെ പോസ്റ്റുകൾക്ക് താഴെ പോയി നമ്മുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് വലിയ വലിയ കമൻറ്റുകൾ ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ദേഷ്യപ്പെടുന്നു, സങ്കടപ്പെടുന്നു. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഒരു വികാരവുമില്ലാത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോടാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതിനാണ് നമ്മൾ എക്കോ ചേംബർ എന്ന് പറയുന്നത്. AI ജനറേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ, അതിന് താഴെ തന്നെ ഇടുന്ന കമൻറ്റുകൾ, ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് മറ്റ് അക്കൗണ്ടുകൾ,
ഇതിനിടയിൽ എവിടെയാണ് മനുഷ്യൻ? മനുഷ്യനിവിടെ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറുകയാണ്. ഇന്റർനെറ്റ് നമ്മളെ ലോകം മുഴുവൻ ബന്ധിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ റെഡ് ഇന്റർനെറ്റ് തിയറി പ്രകാരം ഇന്റർനെറ്റ് നമ്മളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം, നിങ്ങളുടെ പോസ്റ്റുകൾക്ക് ആയിരക്കണക്കിന് ലൈക്കുകൾ കിട്ടുന്നുണ്ടാകാം. എന്നാൽ ഇതിൽ എത്ര എണ്ണം യഥാർത്ഥ മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പ്രതികരിക്കുന്നത് വെറും പ്രോഗ്രാമുകൾ ആണെങ്കിലോ? നമുക്ക് ശരിക്കും വേണ്ടത് ജെന്യൂൻ കണക്ഷനാണ്, അത് മെഷീനുകൾ ജനറേറ്റ് ചെയ്യുന്ന കമൻറ്റുകളല്ല. ഓൺലൈനിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്തോറും ആളുകൾക്ക് ഡിപ്രഷനും ഏകാന്തതയും വർദ്ധിക്കാൻ കാരണവും ഇതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യാജ ലോകത്താണ്. നമ്മൾ കാണുന്ന കണ്ടന്റുകളൊക്കെ തന്നെ നമ്മളെ ആപ്പിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി AI ഉണ്ടാക്കുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നു. റെഡ് ഇന്റർനെറ്റ് തിയറി നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പീരിയൻസ് വളരെ വേഗത്തിൽ ആർട്ടിഫിഷ്യലായിക്കൊണ്ടിരിക്കുകയാണ്. OpenAIയുടെ സോറ, മിഡ്ജേണി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിന്ന് ഏത് തരത്തിലുള്ള വീഡിയോയും ഫോട്ടോയും നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാം. ഒരു വീഡിയോ കണ്ടാൽ അത് ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കാണുന്നതെല്ലാം വിശ്വസിക്കാതിരിക്കുക. ഒരു പോസ്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചിന്തിക്കുക. കാരണം അനാവശ്യമായി ഓൺലൈൻ തർക്കത്തിൽ പോയി സമയം കളയാതിരിക്കുക. കാരണം നിങ്ങൾക്കപ്പുറം നിൽക്കുന്നത് ഒരു മനുഷ്യൻ പോലും ആയിരിക്കില്ല. AIയുടെ വളർച്ച സാങ്കേതിക വിദ്യയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലും എഡ്യൂക്കേഷനിലുമൊക്കെ AI വലിയ വിപ്ലവമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്റർനെറ്റ് എന്ന നമ്മുടെ പബ്ലിക് സ്പേസ് ബോട്ടുകൾ കൈയടക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. വരും കാലങ്ങളിൽ മനുഷ്യർ ഉണ്ടാക്കുന്ന ഒറിജിനൽ കണ്ടന്റുകൾക്ക് വലിയ വില ലഭിക്കുന്ന ഒരു സമയം വരും. കാരണം അന്ന് ഒറിജിനൽ എന്നത് വളരെ അപൂർവമായിരിക്കും. ഈ തിയറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. See you in the next video. It's me Abhay signing off.